ഹലോ, ഇനി നമ്മള് നമ്പേഴ്സ് പറയുന്ന ചാപ്റ്ററിന്റെ നെക്സ്റ്റ് പാർട്ടാണ്, തേർഡ് പാർട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സും നമുക്ക് ലിസ്റ്റ് ഔട്ട് ഓൾ ദ ഫാക്ടേഴ്സ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് രണ്ട് പാർട്ട് നന്നായി പഠിച്ചിട്ടാണ് ഈ പാർട്ട് ചെയ്ത് നോക്കേണ്ടത്. അപ്പോഴാണ് നന്നായിട്ട് എളുപ്പത്തിന് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാ: ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഓഫ് എന്ന് പറഞ്ഞ കുറെ നമ്പർ വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് വന്നിരിക്കുന്നത് 6 ആണ്. സോ നോർമലി നമ്മൾ ചെയ്യുന്നത് 6 ഒരു ഏത് നമ്പർ ആണോ കിട്ടുന്നത് ആ നമ്പറിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യും അല്ലെ. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. 2, 3, 5, 7, then 11, 13 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ്. അപ്പൊ ഇതിൽ ഫസ്റ്റ് ഈ പ്രൈം നമ്പർ എന്താണെന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് 2 പാർട്സ് കാണണം, പഠിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വന്നത് 2 ആണ്. ഈ 6 എന്ന് പറയുന്നത് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ നമുക്ക് കിട്ടുന്നത് 3 ആണ്. 3 ഒരു പ്രൈം നമ്പർ. അപ്പൊ ഇവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും അല്ലെ. അപ്പൊ 6 എന്ന് പറയുന്നത് 2 into 3 ആണ്. ഓക്കെ, അപ്പോ രണ്ട് പ്രൈം നമ്പേഴ്സ് ആണ് ഈ ഒരു പ്രൈം ഫാക്ടറൈസേഷനിൽ വന്നിട്ടുള്ളൂ. 2 and 3 ഓൺലി. 2 വന്നിരിക്കുന്നത് 1 ടൈം, 3 വന്നിരിക്കുന്നതും 1 ടൈം. അല്ലെ, എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് നോക്കും. എന്നിട്ട് ഇവരുടെ കൂടെ ഒരു +1 ആഡ് ചെയ്യും. അങ്ങനെ ചെയ്യാറ് ഇല്ലേ. കഴിഞ്ഞ ക്ലാസ്സിലും കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ പഠിച്ചതാ. അപ്പൊ ഇവിടെ വന്ന നമ്പർ 2, ഇവിടെ നിന്ന് വന്ന നമ്പർ 2. 2 into 2 4 ഫാക്ടേഴ്സ് ആയിരിക്കും 6ന് ഉണ്ടാവുന്നത്. 6ന്റെ ഫാക്ടേഴ്സ് നമുക്കറിയാം. 1 ഉണ്ട്, 6 ഉണ്ട് ഓൾറെഡി ഫാക്ടർ ആയിട്ട്, പിന്നെ 2ഉം 3ഉം ഉണ്ട്. ഉണ്ടോ? ഇങ്ങനെയാണ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആദ്യം ചെയ്യുന്നത് എപ്പോഴും പ്രൈം ഫാക്ടറൈസേഷൻ ആണ്. അത് കഴിഞ്ഞ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 10 ആണ്. 10ന്റെയും പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്നു. 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, 5 കിട്ടും. 5 എന്ന് പറയുന്നത് വേറൊരു പ്രൈം നമ്പർ ആണ്. അപ്പൊ 10 എന്ന് പറയുന്നത് 2 into 5 ആണ്. 2 ഓൺലി 1 ടൈം വന്നിട്ടുണ്ട്. അപ്പൊ അതിലൂടെ 1 ആഡ് ചെയ്യണം. പിന്നെ 5ഉം ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. അപ്പൊ 1 + 1. അപ്പൊ ഇവിടെ ഇത് തന്നെ 2 into 2 4 ഫാക്ടേഴ്സ് ആണ് 10നും ഉള്ളത്. പിന്നെ തന്നിരിക്കുന്നത് 15 ആണ്. 15. അപ്പൊ 15നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യും. പ്രൈം നമ്പേഴ്സിൽ 2 കൊണ്ട് ഡിവിസിബിൾ അല്ല, പിന്നെ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 എന്നാണ് കിട്ടുന്നത്. 5 ഈസ് ഓൾറെഡി ആ പ്രൈം നമ്പർ. അപ്പൊ അവിടെ നമ്മൾ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യും. 3 into 5 ആണ് 15. അപ്പൊ രണ്ട് പ്രൈം നമ്പേഴ്സ് ആണ് 3ഉം 5ഉം. 3 comes 1 ടൈംസ്. സോ 1 + 1 നമ്മൾ ചെയ്യണം അല്ലെ പിന്നീട്. അപ്പൊ 5ഉം ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. ഇപ്പോഴും 1 + 1 എടുത്തു. അപ്പൊ എത്ര? 2 into 2 4. അപ്പൊ 4 ഫാക്ടേഴ്സ് ആണ് 15നും ഉള്ളത്. ഇനി വന്നത് 14. 14നും ഇതുപോലെ തന്നെ ആദ്യം നമ്മൾ ചെയ്യുന്നത് പ്രൈം ഫാക്ടറൈസേഷൻ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 7. അപ്പോഴോ 2 into 7 അല്ലെ. 7 ഒരു പ്രൈം നമ്പർ ആയിട്ട് ഡിവിഷൻ നമ്മൾ നിർത്തുവാണ്. 2 into 7. ഇപ്പൊ രണ്ട് പ്രൈം നമ്പേഴ്സ് ആണ് പ്രൈം ഫാക്ടറൈസേഷനിൽ വന്നത്. 2 ഒരു പ്രാവശ്യം വന്നു, 7ഉം ഒരു പ്രാവശ്യം വന്നു. ഇതിന്റെ കൂടെ നമുക്ക് 1 ആഡ് ചെയ്യണം. ഇവിടെ വന്ന നമ്പർ 2, ഇവിടെയും 2. 2 into 2 4 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. അതുപോലെ അടുത്തത് 21 ആണ്. 21ൽ ഇതുപോലെ തന്നെ വരുന്നത്. 21ഉം നമ്മള് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ 3 പറ്റുള്ളൂ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 വരും. അപ്പോഴും കണ്ടോ 3 into 7. ആകെപ്പാടെ രണ്ട് ഫാക്ടേഴ്സേ ഉള്ളൂ. 3ഉം ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, 7ഉം ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇതേ പാറ്റേൺ തന്നെ 21ന് നമ്മുടെ കയ്യിൽ 4 ഫാക്ടേഴ്സ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലും ഇതുപോലൊക്കെ തന്നെയാണ്. ഫാക്ടറൈസ് ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ആൻഡ് റൈറ്റ് ഓൾ ദ ഫാക്ടേഴ്സ് ഇൻ എ ടേബിൾ. റൈറ്റ് ഓൾസോ ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ഈച്ച്. നമ്മൾ ഇതുവരെ ചെയ്തത് തന്നെയാ. സെക്കൻഡ് പാർട്ട്, വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിലെ ഈ ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടിൽ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഫസ്റ്റ് വന്നിരിക്കുന്നത് 72. ഓക്കെ, ബാക്കി നമ്പേഴ്സിൽ നമുക്ക് താഴോട്ട് വെച്ചേക്കാം, പിന്നെ ചെയ്യാം. ഓക്കെ, സോ 72 ആദ്യം നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യണം അല്ലേ. 72 നമുക്ക് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 36 എന്ന് വരും അല്ലേ. 7ൽ 3 ടൈംസ് വരും. 3 times 2 6, ബാക്കി 1 ഉണ്ട്. അങ്ങനെയാണ് 1ഉം 2ഉം കൂടി ചേർന്ന് 12 ആയി. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടി. അങ്ങനെയാണ് 36. സംശയമുള്ളവർക്ക് സൈഡിൽ പോയിട്ട് ചെയ്ത് നോക്കാമേ. 72 ഡിവൈഡ് ബൈ 2 അപ്പോഴും വരുന്നത് 36 തന്നെയായിരിക്കും. ഇനി അടുത്തതോ 36ഉം ഈവൺ നമ്പർ ആയത് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. 36ല് 3ല് 2 ഹൗ മെനി ടൈംസ്? 1 ടൈം അല്ലേ. 1 ടൈം 2 വന്നു. ബാക്കി 1 ഇവിടെ ഉണ്ട്. 16ല് 8 ടൈംസ്.
വീണ്ടും 18 ഈവൺ നമ്പർ ആണ്, 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ നമുക്ക് വരുന്നതോ 2 കൊണ്ട് 18 ഡിവൈഡ് ചെയ്താൽ 9 ടൈംസ് 2 ആണ് 18. ഇനി 2 കൊണ്ട് പറ്റത്തില്ല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 3 ടൈംസ് 3 9. പിന്നെ ഒരു 3 കൂടി വേണമെങ്കിൽ എഴുതാം, 1 വരും. ഓക്കെ, അപ്പൊ 72 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 എന്ന് പറയുന്ന നമ്പർ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. 2 ഇൻറ്റു 2 ഇൻറ്റു 2. 3യോ 3 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. 3 ഇൻറ്റു 3. അപ്പോ 2 എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 3 ടൈംസ് അല്ലേ? 3 ആണെങ്കിലോ 2 ടൈംസ്. അപ്പോ 3 പ്ലസ് 1 2 പ്ലസ് 1 എടുക്കും. എന്നിട്ടോ 3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 4, 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3. 4 ഇൻറ്റു 3 12 ഫാക്ടേഴ്സ് ആണ് ഈ ഒരു നമ്പറിന് വരാൻ പോകുന്നത്. 72ന് 12 ഫാക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. ഓക്കെ, ആക്ച്വലി സെക്കൻഡ് പാർട്ട് ഓഫ് ദ കോഴ്സിന് നമ്മൾ ആദ്യം ചെയ്തത് ഹൗ മെനി ഫാക്ടേഴ്സ് എന്നുള്ളത് ആദ്യമേ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എങ്ങനെ ഫാക്ടേഴ്സിന്റെ ടേബിൾ എഴുതും? അപ്പൊ 2 3 മാത്രമേ ഉള്ളൂ. നമ്മൾ എഴുതുന്നത് no 2, 1 2, 2 2 and 3 2 അല്ലേ? കാരണം 3 2 വരെ ഇതിനകത്തുനിന്ന് കിട്ടും. ഇനി 3യുടെ കേസ് വരുമ്പോഴത്തേക്കും no 3, 1 3, 2 3 അല്ലെ? മാക്സിമം 2 3s വരെ ഇതിനകത്തുനിന്ന് കിട്ടത്തുള്ളൂ. ഇനി ഇവരെയാണ് നമ്മൾ റോയും കോളവും ആയിട്ട് വരയ്ക്കുക. ഓക്കെ, ഇതില് നോ 2 എന്ന് പറഞ്ഞാൽ ആരാ? അത് 1 ആണ്. അതുപോലെ 1 2 എന്ന് പറഞ്ഞാലോ അത് 2 ആണ് അല്ലെ? കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തില്ലേ, സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ ചെയ്ത അതേപോലെ തന്നെ. 2 2 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2 4 ആണ്, 4ന്റെ കോളമാണിത്. അതുപോലെ 3 2 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 8, 8ന്റെ കോളമാണ് താഴോട്ട്. ഇനി ഇവിടെ അതേപോലെ ചെയ്യാം. നോ 3 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്, 1ന്റെ റോയാണത്. പിന്നെ 1 3 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്, 3യുടെ റോയാണത്. അതുപോലെ 2 3 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 3 9, 9ന്റെ റോയാണിത്. ഇനി നമ്മുടെ ഗെയിം പോലെയാണ് അല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അതേപോലെ തന്നെ 1 ഇൻറ്റു 1 1. ഇനിയോ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. 1 ഇൻറ്റു 2 നമുക്ക് വരുന്നത് 2 എന്നായിരിക്കും. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ 1 ഇൻറ്റു 2 1 ഇൻറ്റു 4 4 എന്ന് വരും. പിന്നെ 1 ഇൻറ്റു 8 8 എന്ന് വരും. ഇനി ഇവിടെ വരുമ്പോഴത്തേക്കും 3 ഇൻറ്റു 1 3 എന്ന് വരും. 3 ഇൻറ്റു 2 6, പിന്നെ 3 ഇൻറ്റു 4 12, 3 ഇൻറ്റു 8 24. ഇവിടെ വരുന്നത് 9 ആണ്, 9ന്റെ റോയാണ് ഏറ്റവും താഴെ. 9 ഇൻറ്റു 1 9, 9 ഇൻറ്റു 2 18, 9 ഇൻറ്റു 4 36, 9 ഇൻറ്റു 8 72. അപ്പൊ ഈ എഴുതിയ നമ്പേഴ്സ് 1 2 4 8 3 6 12 24 9 18 36 72 ഇതാണ് ഫാക്ടേഴ്സ് ഓഫ് 72. ഇനി വരുന്നത് 1 0 8 108 ആണ്. ഇത് ഇപ്പൊ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ്. സോ ആദ്യം പ്രൈം ഫാക്ടറൈസ് ചെയ്യും അല്ലേ? 1 0 8 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, ഈവൻ നമ്പർ ആയതുകൊണ്ട്. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് വരും. അതുപോലെ 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 എന്ന് വരും. 54 ആയി. ഇനി വീണ്ടും 2 കൊണ്ട് അല്ലേ? ഈവൻ നമ്പർ ആയിട്ട് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. 2 എടുത്തു. 5ല് 2 ടൈംസ് 2 4 പറ്റും. ബാക്കി 1 ഉണ്ട്. 14, 14ല് 7 ടൈംസ് 2. ഇനി 27ന്റെ 2 കൊണ്ട് ഡിവിസിബിൾ അല്ല, ഈവൻ നമ്പർ അല്ല, പക്ഷെ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 3 പ്രൈം നമ്പർ ആണല്ലോ. അപ്പൊ 3യുടെ ടേബിളിൽ 9 ടൈംസ് 3 ആണ് 27. വീണ്ടും 9 ആവുന്നത്. അപ്പൊ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 3 ടൈംസ് 3 9. അപ്പോ 108 എന്ന് പറയുന്ന നമ്പറിനെ 2 ഇൻറ്റു 2 പിന്നെ 3 ഇൻറ്റു 3 ഇൻറ്റു 3 അല്ലെ? 3 പ്രാവശ്യം കൊണ്ട് 3 വന്നിരിക്കുന്നത് ഇങ്ങനെ കിട്ടി. ഇനി ഇതില് 2 എത്ര പ്രാവശ്യം വന്നു? 2 പ്രാവശ്യം വന്നു. 3 എത്ര പ്രാവശ്യം വന്നു? 3 പ്രാവശ്യം വന്നു. 2 പ്ലസ് 1 3 പ്ലസ് 1 എടുക്കും അല്ലെ? 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3, 3 ഇൻറ്റു 3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 4. അപ്പൊ 3 ഇൻറ്റു 4 12 ഫാക്ടേഴ്സ് ആണ് 108ന് വരുന്നത്. ഇത് നമ്മൾ സെക്കൻഡ് പാർട്ടാണ് ആദ്യമേ ചെയ്യുന്നത്, എളുപ്പം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കണം. ഇനി ടേബിൾ വരയ്ക്കണം അല്ലെ? 2ഉം 3യും മാത്രമേ പ്രൈം നമ്പേഴ്സ് ഫാക്ടേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എഴുതും നോ 2, 2 ഇല്ല. പിന്നെ 1 2 2 2. അപ്പോ
രണ്ട് 2 വരെ ഇതിനകത്തുനിന്ന് കിട്ടത്തുള്ളൂ ഈ നമ്പറിനകത്തെ ഫാക്ടേഴ്സിനകത്ത് അല്ലേ. പിന്നെയോ അപ്പുറത്ത് വരുന്നത് 3 ആണ്. 3 വരുന്നത് നോ 3, പിന്നെ വരുന്നത് 1 3, പിന്നെ വരുന്നത് 2 3, 3 പ്രാവശ്യം വരെ എടുക്കാൻ പറ്റും അല്ലേ. അപ്പൊ 3 3 ഇങ്ങനെ കോളംസ് വരച്ചു. റോയും കോളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗെയിം പോലെയാണ്. ഇപ്പോ നോ 2 എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ 1 ആണ്, 1 2 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 2 എന്ന് പറയുമ്പോൾ 2 × 2 4 ആണ് ഈ ഒരു കോളം മുഴുവൻ വരുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. നോ 3 എന്ന് പറഞ്ഞാൽ 1, 1 3 എന്ന് പറഞ്ഞാൽ 3, 2 3 എന്ന് പറഞ്ഞാൽ 3 × 3 9, 3 3 എന്ന് പറഞ്ഞാൽ 3 × 3 × 3 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം 3 തന്നെ. അപ്പൊ 27 വരും. ഇനി ഇവിടെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 1 × 1 1, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം 1 × 2 2, 1 × 4 4. പിന്നെ വരുന്നത് 3യുടെ റോയാണ്. 3 × 1 3, 3 × 2 6, 3 × 4 12. 9ന്റെ ആണ് അടുത്ത റോ. 9 × 1 9, 9 × 2 18, 9 × 4 36. പിന്നത്തെ റോ 27ന്റെ ആണ്. 27 × 2 54. സോറി, ആദ്യം വരുന്നത് 1 ആണല്ലോ അല്ലെ, ഞാൻ എഴുതിയതാ മാറിപ്പോയത്. 27 × 1 ആയിരുന്നു 27, പിന്നെ 27 × 2 54, 27 × 4 ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ 54ന്റെ ഡബിൾ അങ്ങോട്ട് വരാൻ പോകുന്നത്, ശരിയല്ലേ. 27 × 4 എന്ന് പറഞ്ഞാൽ 27 × 2 × 2, അപ്പൊ 54ന്റെ ഡബിൾ 108. ഇതാണ് 108ന്റെ എല്ലാ ഫാക്ടേഴ്സും. അടുത്തത് 300 ആണ് തന്നിരിക്കുന്നത്. 300നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. അപ്പോ 300 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. 3ല് 1 ടൈം ആൻഡ് 2, 1 ടൈം 2 2 ആണ്, ബാക്കി 1 ഉണ്ട് 10 വരും അല്ലേ. 10ല് 2 5 ടൈംസ് ഉണ്ട്, പിന്നെ ഒരു 0 ഉണ്ട്. അഗൈൻ 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. 7 ടൈംസ് 2 14, ബാക്കി ഇവിടെ 1 ഉണ്ട് 10, 10ല് 5 ടൈംസ് 2 10 ആയി 75. ഇനി വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് 75 ആ. 7 + 5 നോക്കും 12. അപ്പൊ ഇത് 3 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് മനസ്സിലാവും, കാരണം 12 3യുടെ ടേബിളിലുള്ള ആളാണ്. അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 2 ടൈംസ് 3 6, ബാക്കി ഇവിടെ 1 ഉണ്ട് 15, 15ല് 5 ടൈംസ് 3 15, 25 ആണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും 5 5. അപ്പൊ 300 എന്ന് പറയുന്നതിനകത്ത് ആരൊക്കെയാ വന്നത് ഫാക്ടറായിട്ട്? പ്രൈം നമ്പേഴ്സ് 2 ഉണ്ട്, അത് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. 1 പ്രാവശ്യം 3 വന്നിട്ടുണ്ട്, 2 പ്രാവശ്യം 5ഉം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2 എത്ര പ്രാവശ്യം വന്നു? 2 പ്രാവശ്യം. 3 വന്നത് 1 പ്രാവശ്യം, 5 വന്നത് 2 പ്രാവശ്യം. എല്ലാവരുടെയും കൂടെ നമ്മളൊരു +1 കൊടുക്കും അല്ലെ. 2 + 1 3, 1 + 1 2, 2 + 1 3. അപ്പൊ 3 × 2 6, 6 × 3 18 ഫാക്ടേഴ്സ് ആണ് 300ന് വരുന്നത്. 18 ഫാക്ടേഴ്സ്. ഹൗ മെനി ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എങ്ങനെയാ ഫാക്ടേഴ്സ് വരുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ വീഡിയോസിൽ ആദ്യമായിട്ട് നമ്മൾ 3 ഡിഫറെന്റ് പ്രൈം നമ്പേഴ്സ് ഫാക്ടേഴ്സ് ആയിട്ട്, അതായത് പ്രൈം ഫാക്ടറൈസേഷനിൽ വന്നത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാമേ. ഇനി നമുക്ക് ഇതെങ്ങനെ കോളംസ് ആക്കിയിട്ട് എല്ലാ ഫാക്ടേഴ്സും എഴുതാൻ നോക്കാം. അപ്പൊ 18 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചല്ലേ. അതുകൊണ്ട് ഇവിടെ 18 എന്താ പറയാ 18 സെൽസ് വരുന്ന ഒരു ചാർട്ട് വരച്ചു വെച്ചിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടി. ഇനി നോക്കിക്കോ, എഴുതുന്നത് നമ്മുടെ ഫാക്ടേഴ്സ് എല്ലാം എന്താ ചെറുതാക്കി ഞാൻ സൈഡിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. മറന്നു പോകാണ്ടിരിക്കാൻ. 2 വന്നത് 2 ടൈംസ് ആയിരുന്നേ. അപ്പൊ നമ്മൾ സാധാരണ എഴുതുന്ന പോലെ തന്നെ നോ 2 1 2 2 2 എന്ന് എഴുതി വെക്കും. പിന്നെ 3 വന്നതാണെങ്കിൽ ആകെ 1 പ്രാവശ്യം ഉള്ളൂ 3. അപ്പൊ നോർമൽ എഴുതുന്ന പോലെ നോ 3 1 3. പിന്നെയാണ് നമ്മുടെ 5 അല്ലെ. 5 2 പ്രാവശ്യം വന്നിട്ടുണ്ട് ആണല്ലോ. 5 ഇതിനകത്ത് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ നമുക്ക് എഴുതാം. അതായത് നോ 5, അത് ഈ 2 സെക്ഷനിൽ നോ 5 വരുന്നുണ്ട്. അതായത് ഈ 2 റോസും നമ്മൾ നോ 3 1 3 കൊടുത്തതല്ലേ. ഇവിടെ വീണ്ടും നമുക്ക് എന്ത് വേണം? 1 5 എടുക്കണം.
അടുത്ത 2 റോ അതിനെടുക്കുക. 1 5 അടുത്ത 2 റോ. പിന്നെ ലാസ്റ്റ് 2 റോ 1 മിനിറ്റ് 1 2 3 4 1 2 3 4 5 6. ഓക്കെ, ഈ ലാസ്റ്റ് റോ ഇത് വേണ്ടായിരുന്നു, 18 മതിയായിരുന്നല്ലോ. ഓക്കെ, അങ്ങനെ 2 5s ആയിരുന്നു നമ്മുടെ ഫാക്ടറൈസേഷനിൽ വന്നത്. അപ്പൊ 2 5 ഇവിടെയും കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇവിടെ എന്താ വരുന്നതെന്ന് വെച്ചാൽ നോ 3 1 3 ഇവിടെ വന്നിട്ടുണ്ട്. വീണ്ടും നോ 3 1 3 ഇത് റിപ്പീറ്റ് അടിച്ച് വരുവാണ്. ഓക്കെ, അതുപോലെ നോ 3 1 3. ഇനി നമുക്ക് ഈ നമ്പേഴ്സ് ആരാന്ന് കൂടി നോക്കാം അല്ലെ. നമ്പേഴ്സ് ഇൻ ദ സെൻസ് നോ 2 എന്ന് പറഞ്ഞാൽ അവിടെ 1 ആണ്, 1 2 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 2 എന്ന് പറഞ്ഞാൽ ശരിക്കും 4 ആണ്, ആണല്ലോ. അതുപോലെ നോ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, 1 5 എന്ന് പറഞ്ഞാൽ 5, 2 5 എന്ന് പറഞ്ഞാൽ 5 into 5 25. ഇനി നോ 3 എന്ന് പറയുമ്പോൾ 1 1 3 എന്ന് പറഞ്ഞാൽ 3 തന്നെ. നോ 3 1 1 3 3. അപ്പൊ ഇതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് വരും. നമുക്ക് ഇതിനകത്ത് എങ്ങനെ ഫില്ല് ചെയ്യുന്നത് നോക്കാം. സോ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു റോയും കോളോ അല്ലെ, സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 1 into 1 1, പിന്നെയോ 1 into 2 2, 1 into 4 4, 3 into 1 3, 3 into 2 6, 3 into 4 12. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ നമ്പേഴ്സ് ഇതെല്ലാം നോ 5, അത് 1 ആയിരുന്നു റൈറ്റ് സൈഡിൽ ഇരുന്ന മൾട്ടിപ്ലയർ. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. അടുത്തതിന് വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് മുകളിലുള്ള മൾട്ടിപ്ലയറിന് ചേഞ്ച് വരുന്നില്ല, ലെഫ്റ്റിലുള്ളതും നോ 3 1 3 റിപ്പീറ്റ് അടിച്ച് വരുവാണ്. 1 5 ഇവിടെ കൊടുക്കണം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടുത്തെ ഈ നമ്പർ ഇല്ലേ, ഈ നമ്പേഴ്സ് തന്നെ ഇങ്ങോട്ട് വരാൻ പോകുന്നത് 1 2 4 3 6 12. അപ്പൊ മുകളിൽ കിട്ടിയ അതേ നമ്പേഴ്സ് തന്നെ, പക്ഷെ ഒരു into 5 കൂടി കൊടുക്കണം. അതാണ് അതിന്റെ ഡിഫറൻസ് വരുന്നത്. കാരണം ഈ 2 റോയും ഈ 5 കൊണ്ടുള്ള മൾട്ടിപ്ലൈ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന അർത്ഥം. അപ്പൊ എല്ലാരെയും നമ്മൾ into 5 ചെയ്യണം. 1 into 5 5 എന്ന് പറഞ്ഞു, 2 into 5 10, 4 into 5 20, പിന്നെ 3 5 15 6 5 30, 12 into 5 60. ഇത്ര എഴുതി. ഇനി 25 അടുത്ത സെക്ഷനിലോട്ട് പോകുമ്പോൾ 25 ആണ് റൈറ്റ് സൈഡിലുള്ള മൾട്ടിപ്ലയർ. അപ്പോൾ ഈ പറഞ്ഞ അതേപോലെ തന്നെ മുകളിലുള്ള നമ്പേഴ്സ് ഇല്ലേ 1 2 4 3 6 12 അതെല്ലാം അതുപോലെ തന്നെ എടുത്തു. എല്ലാവരെയും നമ്മൾ 25 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. into 25 into 25 എല്ലായിടത്തും into 25 into 25 ചെയ്യണം. അതാണ് അതിന്റെ മീനിങ്. 1 into 25 25, 2 into 25 50, 4 into 25 വരുന്നത് 100. അത് നമ്മൾ പഠിച്ചു വെക്കേണ്ട കേട്ടോ. 4 into 25 100, 3 into 25 75, 6 into 25 150, 12 into 25 300. ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടിയത്. എല്ലാ ഫാക്ടേഴ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 2 4 3 6 12, പിന്നെ വന്നയാള് 15, സോറി ഒരു 1 കൂടി വാങ്ങിപ്പോയി, 15, ആൻഡ് ദെൻ വന്നത് 10, പിന്നെ വന്ന നമ്പറോ 20 ഉണ്ടോ, പിന്നെ വന്നത് 15, സോറി ഇവിടെ 5 ആയിരുന്നു അല്ലേ. then 6 into 5 30, 12 into 5 60, then 25 50 100, then 75 150 300. ഇതൊക്കെയാണ് ഫാക്ടേഴ്സ്. ഓക്കെ, അങ്ങനെ 18 ഫാക്ടേഴ്സും കണ്ടുപിടിച്ചു. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ചെയ്യുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. എല്ലാം കൂടി ഒന്നിച്ചാകുമ്പോഴും കുട്ടികളും അടുത്തു പോകും. അതുകൊണ്ടാണ് ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് ഉടനെ തന്നെ കിട്ടേക്കാം. താങ്ക് യു.